പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ നേരെ ടെക്നോ പാർക്കിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ എല്ലാവരെയും കടത്തി വിടത്തില്ല, അവിടെ വർക്ക് ചെയ്യുന്നവരെ മാത്രമേ കടത്തി വിടത്തുള്ളൂ. പക്ഷേ ഇന്ന് അവിടെ നേരത്തെ രജിസ്റ്റർ ചെയ്തവരുടെ ഫാമിലിയെ കടത്തി വിടുന്നുണ്ട്. അവിടെ ഒരു എക്സിബിഷൻ നടക്കുകയാണ്. അപ്പോൾ ബുധനെയും വ്യാഴത്തെയും ശനിയെയും എല്ലാവരെയും നമുക്കൊന്ന് അടുത്ത് കണ്ടുവരാമല്ല, അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ദാണ്ടി ഇത് ഗായത്രി ബിൽഡിംഗ്, ഈ ബിൽഡിങ്ങിലാണ് ഞാൻ ആദ്യമേ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ പഴയ കുറച്ച് ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നേ. 3ാമത്തെ നിലയിലായിരുന്നേ ഓഫീസ്. പിന്നീട് ഫ്രണ്ട്സിനെയും ഇങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്നതും ഒക്കെ ഓർമ്മ വന്ന്. എക്സിബിഷൻ നടക്കുന്നത് പ്രതിധ്വനിയിലായിരുന്നേ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ താണ്ടി 68ാമത്തെയാണ് ടോക്കൺ നമ്പർ. അപ്പോൾ അവരെല്ലാം ടെലസ്കോപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രഹങ്ങളെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ചെന്നത്. ഇരുട്ടായി തുടങ്ങി. അപ്പോൾ അത് അടുത്ത് തന്നെ വേറെ ബിൽഡിംഗ് ഒക്കെ പണിയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഫോണിൽ ഒരു സ്റ്റെല്ലാറിയം എന്നും പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജൂപ്പിറ്ററിനെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നീട് ഈ വേട്ടക്കാരൻ, സിബില, അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടല്ലോ, എല്ലാം ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ അതൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇതാണ്ടേ ജൂപ്പിറ്ററിനെ എടുത്ത് നോക്കിയാണ്. ജൂപ്പിറ്ററിനെ നമുക്ക് നല്ലതുപോലെ സൂം ചെയ്ത് കാണാൻ കഴിയുമേ. അതേപോലെ തന്നെ മാർസ്, യുറാനസ്, അങ്ങനെ 9 ഗ്രഹങ്ങൾ, 9 ഗ്രഹങ്ങളാണെന്നാണ് പഠിച്ചത്. പക്ഷേ ചിഹ്ന ഗ്രഹം എന്നറിയപ്പെടുന്ന പ്ലൂട്ടോ എടുത്ത് മാറ്റിക്കൊണ്ട് ഇപ്പോൾ 8 ഗ്രഹങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റിയുണ്ട്. ജൂപ്പിറ്ററിന് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ജൂപ്പിറ്ററിന് ചുറ്റുമുള്ള വലയങ്ങളും ഒക്കെ കണ്ടേ. അങ്ങനെ കുറേ ഗ്രഹങ്ങൾ, യുറാനസ്, മാർസ്, എല്ലാത്തിനെയും കാണാൻ കഴിയേ. അതുപോലെ തന്നെ അവിടെ നമുക്ക് ക്ലാസ്സും എടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആയിരുന്നു. അതൊക്കെ അവർ ആൻസർ പറയുന്ന കുട്ടികൾക്ക് കുഞ്ഞ് മഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മളിങ്ങനെ കാത്തിരിക്കും. 10 വരെ വെച്ചാണ് അകത്തോട്ട് കയറ്റുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഊഴം വന്ന് 68ാമത്തെ ഇല്ലായിരുന്നു നമ്മുടെ നമ്പർ. അങ്ങനെ അമ്മാളുവിനെ ഒരു കസേരയൊക്കെ ഇട്ടിട്ട് ടെലസ്കോപ്പ് വഴി നോക്കുകയാണ്. ഇപ്പം നോക്കുന്നത് സാറ്റേണിനെയാണ്. ഒരു കുഞ്ഞി പൊട്ട്, ഒരു കടുമണി പോലെ കാണാൻ പറ്റത്തുള്ളേ. പിന്നീട് നമ്മൾ താണ്ട് ചേട്ടൻ നോക്കുന്നതെന്ന് പറയുന്നത് വീനസിനെയാണ്. പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും അറിയപ്പെടുന്ന നക്ഷത്രമാണ്, അല്ല ഗ്രഹമാണ്. എന്ന് വെച്ചാൽ നല്ല തിളക്കത്തിൽ നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ കാണത്തില്ലേ രാത്രിയിൽ, നല്ല വലുതായിട്ട്. അതാണ് നമ്മുടെ വീനസ്. 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് വീനസിനെ ഒന്നും നല്ല വൃത്തിയായി ടെലസ്കോപ്പ് വെച്ച് കാണാൻ പറ്റുന്നില്ല, ഒട്ടും കിട്ടുന്നില്ല. അങ്ങനെ പിന്നീട് ഇനി ജൂപ്പിറ്ററിനെ കാണാനുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി ഇനി കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഈ ജൂപ്പിറ്ററിനെയും വീനസിനെയും ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന്. അപ്പോഴത്തേക്കും അമ്മാളു തിരിഞ്ഞ് അമ്മാളുവിന് മൂണിനെ കാണണമെന്ന് പറഞ്ഞു. പിന്നീട് ഗ്രഹങ്ങളോട്, ജൂപ്പിറ്ററിനോടും സാറ്റേണിനോടും എല്ലാത്തിനും ബൈ ബൈ പറഞ്ഞിട്ട് അമ്മാളുവിനോട് മേളിലോട്ട് നോക്കിയതോ നിൽക്കുന്ന മൂണെന്നും പറഞ്ഞ് കാണിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ പോരുന്നേ. പക്ഷെ കൊള്ളായിരുന്നോന്ന് ചോദിച്ചാൽ കൊള്ളാം. സാറ്റേണും ഒക്കെ ഒരു ചെറിയൊരു പൊട്ട് പോലെ, അത്ര തന്നെ.